ശ്രീമതി മറിയാമ്മയാണ്, കോതമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി മറിയാമ്മ, താങ്കൾ ആദ്യമായിട്ടാണോ അതോ നേരത്തെയൊക്കെ പൊതുവേദിയിൽ വിളിച്ചിട്ടുള്ള ആളാണോ? ഞാൻ വിളിച്ചിട്ടുണ്ട്, പലതവണ വിളിച്ചിട്ടുണ്ട്. വിളിക്കുമ്പോൾ ശരി, ഓക്കെ. സ്ഥിരമായി പൊതുവേദി കാണുന്ന ആളാണോ? അതെ അതെ. ഓക്കെ. അപ്പൊ ഈ ലോക രാഷ്ട്രീയമൊക്കെ വീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. ഈ അമേരിക്കൻ ഉണ്ടാവും, പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് തീർച്ചയായിട്ടും. ഏറ്റവും സുരക്ഷയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഒരു വിരുന്ന് നടത്തുമ്പോൾ വൈറ്റ് ഹൗസിൽ അക്രമി കടന്നു കയറുന്നു, അവിടെ വെടിയുതിർക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ തന്നെയാണോ അതോ ഇനി അത് നാടകമാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതിൽ വല്ല വാസ്തവം കാണാൻ സാധ്യതയുണ്ടോ? ഇതൊരു തമാശ എന്താന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും ഇതിനേക്കാൾ കൂടുതൽ സുരക്ഷയുണ്ട്. എന്നിട്ട് കേരള മുഖ്യമന്ത്രിക്ക് പോലും അടുത്തേക്ക് പോലും ഇങ്ങനെ ഒരാൾക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു വധശ്രമത്തിന് ഒരാൾ ചെന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അത് അപ്പൊ എന്താണ്, ശരിക്കും നാടകമാണോ, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നതാണ് എനിക്കും സംശയം തോന്നിയത്. അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ ഒരു അക്രമിക്ക് തോക്കുമായി കടന്നു ചെല്ലാൻ കഴിയില്ല എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് എങ്ങനെ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കയറി ചെന്ന് വെടിവെപ്പ് നടത്താൻ പറ്റുന്നു? ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും കയറി ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഇത് നടന്ന ആളുകൾ സംശയം പറയാൻ ഒരു കാരണം, ഈ ഇറാനിലൊക്കെ യുദ്ധത്തിന് പോയി ആകെ അമേരിക്കക്കാർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ വല്ല സ്ഥലത്തും പോയി നമ്മുടെ പണമൊക്കെ ഇല്ലാതെയാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ, അനാവശ്യമായ ഇടപെടലല്ലേ എന്നുള്ള ആഭ്യന്തരമായ വിമർശനങ്ങളൊക്കെ നേരിടുന്ന ഘട്ടത്തിലാണ് ഈ ഇതുണ്ടാവുന്നത്. അതുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ശ്രമം ഉണ്ടാവും. ഈ ട്രംപിനെ വധിക്കാനുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ അതത്ര എളുപ്പമല്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ശരി.